അടുത്ത കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് കഴിഞ്ഞു. ഇപ്പം കോംപ്ലക്സ് നമ്പേഴ്സ്, ഇത് √2, √3, √4 ഈ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ √(-2), √(-3), √(-4) അങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന നമ്പേഴ്സ്. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സ് റിയൽ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല. അതിനെ നമ്മൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ ഇമാജിനറി നമ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി √(-1) നമ്മളൊരു സിമ്പിൾ കൊടുക്കും, ഐ എന്നൊരു സിമ്പിൾ കൊടുക്കും. അയോട്ടാന്നാണ് വായിക്കുന്നത്. അപ്പം ഐ √(-1) ആണെങ്കിൽ I² എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കണം. കോംപ്ലക്സ് നമ്പേഴ്സിൽ ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, I² എന്ന് പറയുന്നത് -1. A+IB, ഇതിൽ എ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, റിയൽ നമ്പറാണ്. ബി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. ഐ എന്ന് പറയുന്നത് √(-1). അപ്പോൾ എയും ബിയും റിയൽ നമ്പേഴ്സ്, ഐ എന്ന് പറയുന്ന ഒരു ഇമാജിനറി. ഇതെല്ലാം കൂടെ ചേരുന്ന A+IB എന്നുള്ള നമ്പറിന് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് നമ്പർ എന്നാണ്. അപ്പം കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം എന്താണ്? A+IB എന്നുള്ള രൂപത്തിൽ ഇരിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് 2+3i, ഇതിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്ക് പകരം 2ഉം ബിക്ക് പകരം 3യും കൊടുത്തു. അടുത്തത് -√2 -3i, ഇതും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. എക്ക് പകരം -√2 എന്ന് വരും, ബിക്ക് പകരം -3 എന്ന് വരും. ഇതെല്ലാം ഐ ചേർന്ന് വരുന്ന നമ്പേഴ്സിനെയൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ 2i എന്ന് പറയുന്ന നമ്പർ കോംപ്ലക്സ് നമ്പർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇതിനെ നമുക്ക് A+IB എന്നുള്ള രൂപത്തിൽ എഴുതാമെങ്കിൽ അത് കോംപ്ലക്സ് നമ്പറാണ്. ഇതിനെ നമുക്ക് 0+2i എന്ന് എഴുതാം. 0 ആഡ് ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പറാണ്. എക്ക് പകരം 0യും ബിക്ക് പകരം 2. ഇവിടെ എക്ക് പറയുന്ന പേര് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. ബിക്ക് പറയുന്ന പേര് ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. അപ്പോൾ എ എന്ന് പറയുന്ന റിയൽ പാർട്ട്, ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ -2 -3i എന്നൊരു പ്രോബ്ലം വന്നിട്ട് അതിന്റെ റിയൽ പാർട്ട് ചോദിച്ചാൽ ഈ -2 ആണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഈ -3 ആണ്, വെറും 3 അല്ല, -3 ആണ് ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട് ഈസ് ഈക്വൽ ടു -3. എന്നാൽ 2+3i ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ മൈനസിനെ നമ്മൾ -2 + -3i എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ പ്ലസ് എന്തായാലും വരണം, എന്നാലേ കോംപ്ലക്സ് നമ്പർ ആകത്തുള്ളൂ. അപ്പൊ ഈ നമ്പർ കൂടെ വരുന്ന ഈ -3 ആണ് ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയണം പ്രിലിമിനറി ആയിട്ട്. അടുത്തത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഇപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, Z2 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും കൂടെ ആഡ് ചെയ്യണം. അതിന്റെ സിമ്പിൾ ഇതാണ്, Z1 + Z2. അതിന് ചെയ്യേണ്ടത് റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടുത്തെ റിയൽ പാർട്ട് 3, ഇവിടുത്തെ റിയൽ പാർട്ട് 5. അപ്പൊ 3യും 5യും കൂടെ ആഡ് ചെയ്യണം. Z1 + Z2 = 3 + 5. റിയൽ പാർട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഒരു പ്ലസ് സിമ്പിൾ കൊടുക്കണം. എന്നിട്ട് ഇമാജിനറി തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ ഐയുടെ കൂടെ വരുന്ന 1 ആണ്. അപ്പൊ ഇമാജിനറി പാർട്ട് 1 ആണ്. 1 പ്ലസ് ഇത് -2 ആണ് ഇതിന്റെ കൂടെ വരുന്നത്. ഐയുടെ കൂടെ വരുന്നത് -2 ആണ്. അപ്പൊ -2 ആണ് ഇമാജിനറി പാർട്ട്. ഇതിന്റെ ഇൻറ്റു ഐ എന്നും കൂടെ എഴുതണം. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. 3 + 5 8 ആണെന്നറിയാം. 1 - 2 മൈനസ് ആണെന്നറിയാം. അപ്പോൾ -i, 8 - i is the answer. ഇനി സബ്ട്രാക്ഷൻ ആണ്. Z1 - Z2. അതിന് റിയൽ പാർട്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 3 Z1 നിന്ന് Z2 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ 3 നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 3 - 5. പിന്നെ ഒരു പ്ലസ് ഇടണം. എന്നിട്ട് ഇമാജിനറി പാർട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഇമാജിനറി പാർട്ട് 1, ഇവിടെ 1 ആണ്. അപ്പോൾ 1 മൈനസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് -2 ആണ്. 1 - -2 ഇൻറ്റു ഐ. ഇങ്ങനെയാണ് സബ്ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഇമാജിനറി പാർട്സ് സബ്ട്രാക്ട് ചെയ്യണം, റിയൽ പാർട്സ് സബ്ട്രാക്ട് ചെയ്യണം. 3 - 5 -2 ആണ്. ഇത് 1 + 2 എന്ന് വരും. -++2 ആണ്. 1 + 2 3 ആണ്. അപ്പോൾ 3i, -2 + 3i. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡിവിഷൻ നമുക്ക് പഠിക്കണ്ട. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അതിനാദ്യം ചെയ്യേണ്ടത്
2 + 3i ഒരു ബ്രാക്കറ്റിൽ ഇടണം. അതിനോട് ചേർന്ന് 1 - 4i ഒരു ബ്രാക്കറ്റിൽ ഇടണം. ഇനിയാണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഈ 2 എടുക്കണം. ഈ ആദ്യത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പർ 2 എടുത്തിട്ട് ആ 2 കൊണ്ട് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 എന്ന് കിട്ടും. 2 കൊണ്ട് -4നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 പോസിറ്റീവ് ആണ്, -4 നെഗറ്റീവ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരും. അപ്പോൾ -8 എന്ന് വരും. അതിന്റെ കൂട്ടത്തിൽ ഒരു ഐയും കൂടെ ഉണ്ട്. അപ്പൊ 2 - 8i. അപ്പൊ ഇതുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. 2 കൊണ്ടുള്ള. അടുത്ത 3i കൊണ്ട് ഇതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 3i കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 തന്നെ. കൂടെ ഒരു ഐയും കൂടെ ഉണ്ട്. ഇത് പ്ലസ് ആണ് സൈൻ. രണ്ടും പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. അപ്പം +3i. ഇനി 3i കൊണ്ട് -4i മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × -4. ഇത് +3 ആണ്, ഇത് -4 ആണ്. 3 × -4 -12. ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ i² is equal to 2 - 8i + 3i. ഇത് -8ഉം 3യും കൂടെ ആഡ് ചെയ്താൽ -5 ആണ്. അപ്പൊ 2 - 5i എന്ന് വരും. ഇത് -12 ഇൻറ്റു i² എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് -1 എന്ന്. ഇസ് ഈക്വൽ ടു ഇത് മൈനസും മൈനസും പ്ലസ് ആണ്. അപ്പം +12 എന്ന് വരും. ഇത് 2. അപ്പം 2 + 12 14. 14 - 5i. അപ്പൊ ഇതേപോലുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഇതേപോലുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലംസ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കണം. അടുത്തത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ് പഠിക്കേണ്ടത്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ a + ib ആണ്. അതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ i കാണുന്നിടത്ത് ഒരു -i കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് എന്ന് വരും കോൺജുഗേറ്റ്. അപ്പൊ a - ib ആണ് കോൺജുഗേറ്റ്. അതിന്റെ സിമ്പിൾ ഇതാണ്, a - ib. അത് പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. 4 + 3i കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. 4 + 3i. അപ്പൊ എന്ത് ചെയ്യണം? ഈ i വരുന്നത് പ്ലസ് ആണെങ്കിൽ കോൺജുഗേറ്റിൽ മൈനസ് ആവും. അപ്പോൾ 4 - 3i എന്ന് എഴുതണം. ഇതാണ് കോൺജുഗേറ്റ്. അടുത്തത് 3 - 2i. ഇതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഐയുടെ കൂടെ വരുന്നത് മൈനസ് ആണ്. അതിനെ പ്ലസ് ആക്കിയാൽ കോൺജുഗേറ്റ് കിട്ടും. അപ്പൊ 3 + 2i എന്ന് കിട്ടും. അടുത്തത് -2 - 3i. ഇതിന്റെ കോൺജുഗേറ്റ്. അപ്പൊ ചെയ്യേണ്ടത് i വരുന്ന ഇവിടാണ് i വരുന്നത്, അത് മൈനസ് ആണ്. അതിനെ പ്ലസ് ആക്കിയാൽ കോൺജുഗേറ്റ് കിട്ടും. അപ്പൊ -2 + 3i. ഇതാണ് കോൺജുഗേറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാർക്കിന്റെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താന്ന്. അടുത്തത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ z = a + ib ആണ് കോംപ്ലക്സ് നമ്പർ. അതിന്റെ മോഡുലസിന്റെ സിമ്പിൾ ഇത് 2 ലൈൻ ഇട്ടിട്ട് അതിന്റെ നടുക്ക് z ഇട്ടാൽ മോഡുലസ് എന്ന് വായിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. √a² എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് b² എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടിന്റെ a² എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടിന്റെ സ്ക്വയർ, b² എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇനി മോഡുലസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രോബ്ലം ഇതാണ്. z = 2i. ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് z = ഇവിടെ റിയലിന്റെ കൂടെ, റിയൽ എന്ന് പറഞ്ഞാൽ a + ib ആണ് കോംപ്ലക്സ് നമ്പർ, a ആണ് റിയൽ നമ്പർ. ഇവിടെ റിയൽ പാർട്ട്, ഇവിടെ റിയൽ പാർട്ട് ഇല്ല. അപ്പൊ റിയൽ പാർട്ട് 0 ആണ്. അപ്പൊ 0² പ്ലസ് ഇമാജിനറി പാർട്ട് 2 ആണ്. അപ്പം 2². അപ്പൊ 0² 0 ആണ്, 2² 4 ആണ്, √4 ആണ്. √4 = 2 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അടുത്തൊരു പ്രോബ്ലം -2 + 3i മോഡുലസ് കണ്ടുപിടിക്കണം. z = -2 + 3i. മോഡുലസ് ഓഫ് z = √2ന്റെ സ്ക്വയർ, അത് 4 ആണ്, പ്ലസ് 3യുടെ സ്ക്വയർ, അതായത് റിയലിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറിയുടെ സ്ക്വയർ, 3യുടെ സ്ക്വയർ 9, 9 + 4 13, √13 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്കിനോ ചോദിക്കാറുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന കൺസെപ്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തുനിന്ന് 5 മാർക്കിന്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കാദ്യം ഒരു കോംപ്ലക്സ് നമ്പറിനെ ഈ ബോർഡിൽ മാർക്ക് ചെയ്യണം. എങ്ങനെയാ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. അത് റിയൽ നമ്പേഴ്സിൽ അത് x ആക്സിസും y ആക്സിസും ആണ്. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിക്കുമ്പോൾ ഈ x ആക്സിസിനെ നമ്മൾ റിയൽ ആക്സിസ് എന്ന് വിളിക്കും, ഈ y ആക്സിസിനെ നമ്മൾ ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കും. നമ്മുടെ കോംപ്ലക്സ് നമ്പർ z എന്ന് പറയുന്നത് a + ib ആണ്. ഓക്കെ, a + ib നമുക്കിവിടെ മാർക്ക് ചെയ്യണം.
അതിന് എ എന്ന് പറയുന്ന റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒറിജിനിൽ നിന്നും ഇങ്ങനെ മൂവ് ചെയ്യണം. എ യൂണിറ്റ്, ഇത്ര എ യൂണിറ്റ് ആണ്. ഇവിടെ മൂവ് ചെയ്തിട്ട് പിന്നെ വെർട്ടിക്കലായിട്ട് ഇമാജിനറി പാർട്ട് ബി യൂണിറ്റ് ആണ്. അപ്പോൾ ബി യൂണിറ്റ് മൂവ് ചെയ്യണം. ഇത് ബി യൂണിറ്റ്, ഇങ്ങോട്ട് എ യൂണിറ്റ്, അതിൻ്റെ വെർട്ടിക്കലായിട്ട് ബി യൂണിറ്റ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ കിട്ടുന്നത്. അപ്പോൾ എ പ്ലസ് ഐ ബി എന്നുള്ള കോംപ്ലക്സ് നമ്പറിന് ഈ പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റിയൽ പാർട്ടിന് എക്സ് ആക്സിസിലോട്ട് മാർക്ക് ചെയ്യണം എ യൂണിറ്റ്, ഇമാജിനറി പാർട്ടിന് വൈ ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്യണം ബി യൂണിറ്റ്. ഇത് രണ്ടും കൂടെ ചേരപ്പോൾ എ പ്ലസ് ഐ ബി എന്ന് നമുക്ക് കിട്ടും. അടുത്ത ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. മോഡുലസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, √(a² + b². ഇനി ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്, നമുക്കിവിടെ എയും ബി ഒക്കെ തന്നിട്ടുണ്ടാവും, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട്. ഈ ഇമാജിനറി പാർട്ട് ബിയെ റിയൽ പാർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, b/a കണ്ടുപിടിക്കണം. എന്നിട്ട് tan ഇൻവേഴ്സ് b/a കണ്ടുപിടിക്കണം. അതിന് ആൽഫ എന്ന് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് b/a ആണ്. ഇനി ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാം, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാം, തേർഡ് ക്വാഡ്രന്റിൽ വരാം. അപ്പോൾ ഇത് ഇസഡ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ആൽഫ തന്നെ ആയിരിക്കും. ഇവിടെ ബിയും എയും പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കണം. നെഗറ്റീവാണ് തന്നെയെങ്കിലും ബിയും എയും പോസിറ്റീവായിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ ഈ tan ഇൻവേഴ്സ് b/a കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ തീറ്റ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂ തന്നെ ആയിരിക്കും. എപ്പോഴാണ്? ഇസഡ് ഫസ്റ്റ് ക്വാഡ്രന്റിലാവുമ്പോൾ. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഇസഡ് വരുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഈ ആൽഫ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 180ൽ നിന്നും ആ ആൽഫ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഇനി തേർഡ് ക്വാഡ്രന്റിലാണ് ഈ കോംപ്ലക്സ് നമ്പർ വരുന്നതെങ്കിൽ ചെയ്യേണ്ടത് 180ൽ നിന്നും ആൽഫ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന് മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ 180ൽ നിന്നും 30 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ 150 എന്ന് കിട്ടും. അതിന് -150 എന്ന് കൊടുത്താൽ എന്ത് കിട്ടുന്നത്? ആംപ്ലിറ്റ്യൂഡ് കിട്ടും. എപ്പോഴാ? ഇസഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ ആൽഫയെ മൈനസ് ആൽഫ ആക്കിയാൽ മതി. അപ്പോൾ -30 ആണ് കിട്ടുന്നതെങ്കിൽ 30 ആണ് കിട്ടുന്നതെങ്കിൽ -30 എന്നാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടും. എപ്പോഴാ? ഇസഡ് ഫോർത്ത് ക്വാഡ്രന്റിലാവുമ്പോൾ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്ക് കിട്ടുന്നതാണ്. ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് യോജിച്ചതാണ്. √1 + √3i ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇതിന്റെ മോഡുലസും കണ്ടുപിടിക്കണം, ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം. മോഡുലസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മോഡുലസ് √, റിയൽ പാർട്ട് ഇവിടെ 1 ആണ്, 1ന്റെ സ്ക്വയർ 1 പ്ലസ് ഇമാജിനറി പാർട്ട് √3 ആണ്, അതിന്റെ സ്ക്വയർ 3, 1 + 3. √4 എന്ന് വരും. √4 = 2. അത് മോഡുലസ് ഓഫ് ഇസഡ് = 2. അതായത് മോഡുലസ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ = tan ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ √3 ആണ്. ഇമാജിനറി പാർട്ട് ആദ്യം എഴുതും, മേളിൽ എഴുതണം, ഡിവൈഡഡ് ബൈ 1. tan ഇൻവേഴ്സ് √3/1 ഇതാണ് ആൽഫ. ഇനി ഇത് ക്വാഡ്രന്റ് ഏതാണെന്ന് നോക്കണം. ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് തീറ്റ, അത് ഈ ആൽഫ തന്നെ ആയിരിക്കും. അപ്പം ഈ tan ഇൻവേഴ്സ് √3 ആയിരിക്കും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്. ഇത്രയും ചെയ്യണം. ഇതൊരു 5 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും എക്സാമിന് ചോദിച്ചതാണ്. ഫൈൻഡ് ദി മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് -1 - 2i -2 + 3i. അപ്പൊ ആദ്യത്തെ നോക്കാം നമുക്ക്. ഇത് ഇസഡ് ആണെന്ന് വെച്ചോളൂ. ഇസഡ് = മോഡുലസ് ഓഫ് ഇസഡ് √(-1 ന്റെ സ്ക്വയർ, അത് +1 ആണ്, പ്ലസ് -2 ന്റെ സ്ക്വയർ, -2 ന്റെ സ്ക്വയർ 4, അപ്പൊ √5 എന്ന് വരും. ഇനി നമുക്ക് ആൽഫ കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് അതിൽ ആൽഫയാണ്. അപ്പൊ tan ഇൻവേഴ്സ് ഇവിടെ ഇമാജിനറി പാർട്ട് -2 ആണ്, പക്ഷെ നമ്മൾ പ്ലസ് എടുത്താൽ മതി. അപ്പൊ tan ഇൻവേഴ്സ് 2 ഇത് ഇമാജിനറി പാർട്ട് അല്ല, റിയൽ പാർട്ട് -1 ആണ്, പക്ഷെ നമ്മൾ +1 എടുക്കും. അപ്പോൾ രണ്ടും പോസിറ്റീവ് എടുക്കണം സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ -2 എന്ന് എടുക്കുന്നതിന് പകരം +2 എന്ന് എടുക്കണം. രണ്ടും പോസിറ്റീവായിട്ട് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ നമുക്ക് tan ഇൻവേഴ്സ് 2 ഈ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ കിട്ടി. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് തീറ്റ = ഇത് ക്വാഡ്രന്റ് ഏതാണെന്ന് നോക്കണം. -1 - 2, അതായത് എക്സ് കോർഡിനേറ്റ് റിയൽ പാർട്ട് മൈനസ് ഇമാജിനറി പാർട്ട് മൈനസ്, രണ്ടും മൈനസ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന -π - ആൽഫ. 180ൽ നിന്നും ഈ കിട്ടുന്ന വാല്യൂ കുറച്ചിട്ട് മൈനസ് കൊടുത്താൽ മതി.
അങ്ങനെ നമുക്ക് തീറ്റ കിട്ടും. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം, മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -2 സ്ക്വയർ 4 ആണ്, പ്ലസ് 3 സ്ക്വയർ 9, റൂട്ട് 13 എന്ന് വരും ആൻസർ. അത് എളുപ്പത്തിൽ കിട്ടും. ഇനി നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് ഇത് 3, ഇമാജിനറി പാർട്ട് 3 ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് -2 ആണെങ്കിൽ 2 എന്ന് എടുത്താൽ മതി. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3/2. ഇനി ക്വാഡ്രന്റ്, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. അപ്പൊ നമ്മുടെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ തീറ്റ എന്ന് പറയുന്ന π മൈനസ് ആൽഫ ആയിരിക്കും. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് π മൈനസ് ആൽഫ. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ഇമാജിനറി നെഗറ്റീവും റിയൽ പോസിറ്റീവ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത് മൈനസ് ആൽഫ എന്നാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം, കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾ പഠിച്ചാൽ മതി.